രാജ്യം രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന ദിവസം തന്നെ മറ്റൊരു വിധി കൂടി കുറിക്കപ്പെടും. വിവിപാറ്റ് സ്ലിപ്പുകൾ 100% എണ്ണണമെന്ന ഹർജികളിൽ സുപ്രീം കോടതി വിധി എന്താണെന്ന് ഇന്നറിയാം. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ചാണ് വിധി പ്രസ്താവിക്കുക. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ ഫലപ്രാപ്തിയെക്കുറിച്ച് സംശയം ഉയർന്നതുകൊണ്ട് മാത്രം തിരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാനോ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാനോ കഴിയില്ല എന്ന വാദം കേൾക്കുന്നതിനിടെ സുപ്രീം കോടതി പറഞ്ഞിരുന്നു. ഫലങ്ങളിൽ കൃത്രിമം കാണിക്കാൻ പോളിംഗ് ഉപകരണങ്ങളിൽ കൃത്രിമത്വം കാണിക്കാൻ കഴിയും എന്നാണ് ഹർജിക്കാരുടെ വാദം. ഇവിഎമ്മുകൾ ഘടിപ്പിച്ചിട്ടുള്ള മൈക്രോ കൺട്രോളുകൾ റീപ്രോഗ്രാം ചെയ്യാവുന്നതാണോ എന്നതുൾപ്പെടെയുള്ള 5 ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാനലിലെ ഉദ്യോഗസ്ഥരോട് സുപ്രീം കോടതി ഉത്തരം തേടിയിരുന്നു. മൈക്രോ കൺട്രോളുകൾ നിർമ്മിക്കുന്ന സമയത്ത് ഒറ്റത്തവണ പ്രോഗ്രാം ചെയ്യാവുന്നതാണെന്നും ഇവിഎമ്മുകളുടെ ബാലറ്റിംഗ് യൂണിറ്റ്, വിവിപാറ്റ് കൺട്രോളിംഗ് യൂണിറ്റ് എന്നീ 3 യൂണിറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അവ റീപ്രോഗ്രാം ചെയ്യാൻ കഴിയില്ല എന്നും ഡെപ്യൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിതേഷ് കുമാർ വ്യാസ് കോടതിയിൽ വ്യക്തമാക്കി. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥന്റെ പ്രസ്താവന പൂർണ്ണമായും ശരിയല്ല എന്ന് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എൻജിഒയ്ക്ക് വേണ്ടി ഹാജരായ പ്രശാന്ത് ഭൂഷൺ വാദിച്ചിരുന്നു. ഒരു സ്വകാര്യ ബോഡിയുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചായിരുന്നു പ്രശാന്ത് ഭൂഷന്റെ വാദം. ഈ 3 യൂണിറ്റുകളിലും ഉപയോഗിക്കുന്ന മെമ്മറി റീപ്രോഗ്രാം ചെയ്യാമെന്നും ചിഹ്നം ലോഡ് ചെയ്യുന്ന സമയത്ത് കൃത്രിമം കാണിക്കാൻ ആകുമെന്നും റിപ്പോർട്ട് പറയുന്നതായി ഭൂഷൺ കോടതിയിൽ അറിയിച്ചു. എന്നാൽ ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നയിക്കുന്ന ഡാറ്റയെയും വിവരങ്ങളെയും കോടതി ആശ്രയിക്കേണ്ടതുണ്ടെന്നും ജസ്റ്റിസ് ഖന്ന ഭൂഷണോട് പറഞ്ഞു. ഇവിഎമ്മിന്റെ മെമ്മറിയിലുള്ള പ്രോഗ്രാം ഒരു തവണ മാത്രമേ സെറ്റ് ചെയ്യാൻ കഴിയൂ എന്നാണ് ECI പറയുന്നതെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. ഹർജിക്കാരുടെ മുൻവിധികളിൽ കോടതിക്ക് ഒന്നും ചെയ്യാനാകില്ല എന്ന് പറഞ്ഞ ജസ്റ്റിസ് ദത്ത കേവലം സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിപ്പിക്കാൻ കഴിയുമോ എന്നും ചോദിച്ചു. മറ്റൊരു ഭരണഘടനാ അധികാരത്തിന്റെ മേൽ നിയന്ത്രണം കൊണ്ടുവരാൻ കോടതിക്ക് അധികാരമില്ല എന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. വോട്ടിംഗ് യന്ത്രം ഹാക്ക് ചെയ്തു കൃത്രിമം നടത്താൻ ആകില്ല എന്ന ആരോപണത്തിന് തെളിവില്ല എന്നും ജസ്റ്റിസ് ദീപാങ്കർ ദത്ത പറഞ്ഞിരുന്നു. വിവിപാറ്റുകളിൽ 5% ഇപ്പോൾ തന്നെ ഒത്തുനോക്കുന്നുണ്ട്. ഇലക്ഷൻ കാലം തുടങ്ങിയത് മുതൽ ഇവിഎമ്മിനെ കുറിച്ചുള്ള എതിർപ്പുകൾ ശക്തമാണ്. കേന്ദ്രത്തിന്റെ ശക്തമായ ഇടപെടൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പ്രതിപക്ഷങ്ങളുടെ വാദം. പത്തനംതിട്ടയിലും മലപ്പുറത്തും ഉൾപ്പെടെ ഇവിഎം പരാതികൾ ഉയർന്നിരുന്നു. 9 വോട്ട് ചെയ്തപ്പോൾ 10 വിവിപാറ്റ് സ്ലിപ്പുകൾ വന്നതും അതിലധികം BJP സ്ലിപ്പുകൾ ആയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിഎമ്മിന് മേലുള്ള സംശയങ്ങൾ വർദ്ധിപ്പിച്ചു. ഇതെല്ലാം തന്നെ ഒത്തുനോക്കി ഹർജിക്കാർക്ക് അനുകൂലമായ വിധി ഉണ്ടാകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം.